നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ പോസ്റ്റർ കൊണ്ടുവച്ചു. ഈ സംഭവത്തിൽ നിർണായകമായ വിവരം പുറത്തുവരികയാണ്. പ്രത്യേകിച്ച് ഒരു മാനസിക വെല്ലുവിളിയുള്ള യുവാവാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോസ്റ്റർ കൊണ്ടുവച്ചത് എന്ന വിവരമാണ് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. പള്ളിയിലെ CCTV പരിശോധിച്ചു നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം നടത്തുകയാണ്. കല്ലറയിൽ ജോസ് കെ മാണിയുടെ ജാഥയുടെ പോസ്റ്ററാണ് കൊണ്ടുവച്ചത്. ഇത് കണ്ടതിനെതിരെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPM ആണ് പോലീസിൽ പരാതി നൽകിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്ന ഒരു സംശയം കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട്. അതിനൊരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സമഗ്ര അന്വേഷണം നടക്കുന്നുണ്ട്. LDF ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. LDF മധ്യമേഖലാ ജാഥയുടെ പോസ്റ്റർ കല്ലറയിൽ വെച്ചെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാനസിക വൈകൃതമുള്ളവരുടെ ചെയ്തോ വികാരം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്നുമായിരുന്നു DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പ്രതികരിച്ചത്. അതിന് പിന്നാലെയാണ് മാനസിക വെല്ലുവിളിയുള്ള യുവാവാണ് ഇത് ചെയ്തത് എന്ന വിവരം എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നും DCC ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഗൂഢാലോചന ഇല്ല എന്നാണ് സൂചന. പോസ്റ്റർ കൊണ്ടുവച്ചത് ആരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ മറ്റു രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയം ഈസ്റ്റ് പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇരു മുന്നണികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിൽ ഉടലെടുത്തിരിക്കുന്നത്. പോലീസിൽ CPM പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ട് പരാതി നൽകുന്നില്ലെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ ബഹുമാനം മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ വിവാദമാക്കാനാണ് കോൺഗ്രസും UDF ശ്രമിക്കുന്നതെന്നും രഘുനാഥൻ കുറ്റപ്പെടുത്തി. മരണശേഷവും എന്തിന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. സംഭവം വേദനയുണ്ടാക്കിയെന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണം. പോസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തന്നെ വെച്ചത് ഗൂഢാലോചനയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു സംഭവത്തിനെതിരെ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആദരവോടെ കാണുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ രാഷ്ട്രീയ ആരോപണത്തിൽ ഉപയോഗിച്ചത് അങ്ങേയറ്റം നീച നടപടി, അതായത് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇത്തരത്തിലൊരു നടപടി എന്നാണ് കോൺഗ്രസ് രൂക്ഷമായി ആരോപിച്ചത്. പുതുപ്പള്ളിയിൽ ജനവികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തികൾ LDF ബോധപൂർവം ചെയ്യുന്നതാണ് എന്നൊരു കുറ്റപ്പെടുത്തലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതിനു പിന്നാലെയാണ് CPM തന്നെ പോയി പരാതി കൊടുത്തത്. അതായത് തങ്ങൾ അത്തരത്തിലൊരു ഗൂഢാലോചന അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല, ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നൊരു ആവശ്യം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. LDF ജാഥയുടെ ഭാഗമായുള്ള പോസ്റ്ററുകളായതിനാൽ സഖ്യകക്ഷി നേതാവായ ജോസ് കെ മാണി ഇതിന് മറുപടി പറയണമെന്നും മാപ്പ് പറയണമെന്നുമായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. പള്ളി അധികൃതരുടെയും വിശ്വാസികളെയും വികാരം വ്രണപ്പെടുത്തിയെന്നും ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ കാണിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റിയും പരാതി നൽകി. എന്തായാലും കണ്ടെത്തൽ മാനസിക വെല്ലുവിളിയുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നാണ്. മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതിന് പിന്നിൽ എന്ന കാര്യം അന്വേഷിക്കുകയാണ്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കല്ലറ അത് നമുക്ക് എന്നും ഒരു വികാരം തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ എത്തുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലൊക്കെ നമ്മൾ കേരളം കണ്ട കാഴ്ചയാണ്. എത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ആ അന്ത്യയാത്ര, വിലാപയാത്ര എന്നും നമ്മുടെ മനസ്സിൽ മായാതെയുണ്ട്. എന്തായാലും അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള അന്നത്തെ ആ ഒരു കാഴ്ചകൾ, ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. അക്ഷരനഗരിയിൽ ജനലക്ഷങ്ങളുടെ സ്നേഹാദരങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞൂഞ്ഞ്, ഏവരുടെയും ജനനായകനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളിലേക്കാണ്, തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരെ ക്ഷണിക്കുന്നതും. ഒപ്പം പ്രിയപ്പെട്ട തങ്ങളുടെ സ്വന്തം ഏവരുടെയും വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതിയിരുന്ന കുഞ്ഞൂഞ്ഞിന് അവസാന സ്നേഹാദരങ്ങൾ അർപ്പിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനുമായിട്ടാണ് ജനലക്ഷങ്ങൾ ഇതിനോടകം തന്നെ ഒഴുകിയെത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിഷമവും അതുപോലെ അവരുടെ മറ്റു തരത്തിലുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും അത് പ്രകടിപ്പിച്ചുമൊക്കെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ കോട്ടയം കഴിഞ്ഞ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ തറവാടും കഴിഞ്ഞ് ഇനി പള്ളിയിലേക്ക് അടുക്കാനായി പോകുന്നത്. ജനസാഗരം തന്നെയാണ് ഇവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന് എല്ലാവിധ ഭാവങ്ങളും നേരാനായി, അല്ലെങ്കിൽ അവസാനമായി ഒന്ന് ഒരു നോക്ക് കാണുവാനും തങ്ങളുടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ഓടിയെത്തിയിരിക്കുന്നത്.
പുതുപ്പള്ളി ജംഗ്ഷനിൽ എത്തിയപ്പോൾ പോലും 10,000-കണക്കിന് ആളുകൾ റോഡിൽ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഒട്ടനവധി പ്രവർത്തകരാണ്, പ്രായഭേദമന്യേ നിരവധി ജനങ്ങളാണ് ഇത്തരത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ആദ്യം പുതുപ്പള്ളിയിൽ എത്തിയ ശേഷം തറവാട്ട് വീട്ടിലേക്ക് വിലാപയാത്ര ആദ്യം എത്തുകയായിരുന്നു. ശേഷം അവിടെ പൊതുദർശനത്തിന് ഒടുവിലാണ് പള്ളിയിലേക്ക് എത്തിക്കാനായി പോകുന്നതും. വളരെയധികം വികാര നിർഭരമായ കാഴ്ചകൾക്ക് തന്നെയാണെന്ന് ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതും. ഇത്രയേറെ ദുഃഖമുണ്ടാക്കിയ, കേരളത്തെ വേദനിപ്പിച്ചൊരു സംഭവം ഈ അടുത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയുവാനായി സാധിക്കും. അത്രയധികം പ്രിയപ്പെട്ട നേതാവ് തന്നെയായിരുന്നു ജനങ്ങൾക്ക് അവരുടെ OC. അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താനാകാൻ കഴിയാത്ത, അല്ലെങ്കിൽ നഷ്ടം ഒരു കാരണവശാലും ഒരു കാലത്തും നികത്താൻ മറ്റൊരു ജനപ്രതിനിധിക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും പറയുവാനായി സാധിക്കുന്നത്. കാരണം OCക്ക് പകരം OC മാത്രമെന്ന മുദ്രാവാക്യം വിളികൾ തന്നെയാണ് നിലവിൽ കേൾക്കാനായി സാധിക്കുന്നത്. കേരളം ഒട്ടാകെ അത് ഏറ്റുപാടുകയാണ്, ഏറ്റുവിളിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്നേഹാദരവ് ഒന്നും തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുകുഞ്ഞിന് നൽകാനായി കേരളത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. അതോടൊപ്പം പ്രമുഖ നേതാക്കളൊക്കെ തന്നെ നിലവിൽ പുതുപ്പള്ളി വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തറവാട്ട് വീട്ടിലാണ് പൊതുദർശനം ഇപ്പോൾ നടക്കുന്നത്. എല്ലാവിധ പ്രാർത്ഥനകൾക്കും ഒടുവിൽ പള്ളി സെമിത്തേരിയിലേക്ക് യാത്ര തിരിക്കും. അതോടുകൂടി കേരളത്തിൻ്റെ ഒരു വലിയ അധ്യായം തന്നെയാണ് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നത്.